ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു യുഗത്തിലേക്കാണ് നമ്മുടെ ഓരോ കാൽവെപ്പുകളും. ഇലക്ട്രിക് വാഹനങ്ങൾ പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു. എന്നാൽ ഇലക്ട്രിക് വെഹിക്കിൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്ന സമൂഹത്തിന്റെ തെറ്റായ ചിന്താഗതി മാറ്റേണ്ടത് അനിവാര്യമാണ്. പ്രവർത്തന സമയങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ മാനുഫാക്ചർ സമയങ്ങളിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മോട്ടോർ, കൺട്രോളർ, ബാറ്ററി എന്നിവയുടെ സഹായത്താലാണ് ഇലക്ട്രിക് വെഹിക്കിൾ പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസിൽ ലിഥിയം അയോൺ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ലിഥിയം വേർതിരിച്ചെടുക്കുന്നത് മണ്ണിനും വായുവിനും ദോഷകരമാണ്. കൊബാൾട്ട്, നിക്കൽ, മാംഗനീസ് എന്നീ ലോഹങ്ങളുടെ ഉപയോഗം ലിഥിയം അയൺ ബാറ്ററിയിലുണ്ട്. ഇവ വിഷാംശമാണ്. അവ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നൊഴുകിയ ജലവിതരണത്തെയും എക്കോസിസ്റ്റത്തെയും മലിനമാക്കും. ബാറ്ററിയുടെ റീസൈക്കിൾ സമയത്തുണ്ടാകുന്ന തീപിടുത്തങ്ങൾ ഇതിന്റെ അനുചിതമായ നീക്കം മൂലമാണ്. എല്ലാവരും മനസ്സിൽ തെറ്റിദ്ധാരണ മാറിയില്ലേ? ഇനി ഏതായാലും മുന്നോട്ട് വെച്ചാൽ പിന്നോട്ടില്ല. വി മസ്റ്റ് തിങ്ക് ഫോർവേഡ്. വെഹിക്കിൾ പൊല്യൂഷന് ഒരവസാനം ഉണ്ടാകണം. ധാരാളം ദിവസത്തിൽ ഞങ്ങളുടെ പരിശ്രമത്തിൽ ഫലമായി വെഹിക്കിൾ പൊല്യൂഷന് ഞങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. കോൾ, നാച്ചുറൽ ഗ്യാസസ് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയേക്കാൾ എത്രയോ ഫലപ്രദമാണ് റിന്യൂവബിൾ സോഴ്സസ് ആയ സോളാർ എനർജിയും വിൻഡ് എനർജിയും കൊണ്ടുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി. ഫ്യൂവൽ സ്റ്റാക്കിൽ ഹൈഡ്രജൻ കംപ്രസ് ചെയ്ത് എഞ്ചിനുമായി കണക്ട് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് റിസ്ക് ഇൻ പ്രാക്ടിക്കൽ സ്റ്റേജ് ആൻഡ് ആൾസോ ഇൻഫ്ലേമബിൾ. സോഡിയം അയോൺ ബാറ്ററികൾ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് സാധ്യതയുള്ള ഒരു ബദലാണ്. സോഡിയം അയോൺ ബാറ്ററികൾ ലിഥിയം അയോൺ ബാറ്ററികളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയും സമൃദ്ധമായി കാണപ്പെടുന്നതുമാണ്. സോഡിയം അയോൺ ബാറ്ററികൾക്ക് പരിസ്ഥിതി ആഘാതം കുറവാണ്. സോഡിയം അയോൺ ബാറ്ററികൾ ലിഥിയം അയോൺ ബാറ്ററികളേക്കാൾ ഭാരവും വലുതും ആണെങ്കിൽ ഭാരവും അളവും നിർണായകമല്ലാത്ത നിശ്ചല ഊർജ സംഭരണ സംവിധാനങ്ങൾക്ക് അവ സാധ്യമാണ്. ഞങ്ങളുടെ 7 ദിവസത്തെ തുടർച്ചയായ കഠിന പ്രയത്നത്തിന്റെയും പുസ്തകത്താളിലൂടെയുള്ള എത്തിനോട്ടത്തിന്റെ ഫലമായിട്ടാണ് ഈ 3 പരിഹാരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഈ പ്രൊജക്റ്റിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഞങ്ങൾ മനസ്സറിഞ്ഞ് നന്ദി അർപ്പിക്കുന്നു.